ഇരുമ്പുളി, തേങ്ങ ചെറിയത്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അര കിലോ കൊഴുവ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ ചമ്മന്തി അരച്ചതിൻ്റെ അകത്തേക്ക് നമ്മൾ കൊഴുവ ഇട്ടു. ഇത് വെള്ളമൊന്നും ചേർത്ത് അരച്ചതല്ല കേട്ടോ, പുളിയിലെ വെള്ളമാണിത്. അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. പുളിയില ചുടാൻ പോവുകയാണ്. ഇല വെച്ച് ഇലയിലേക്ക് ഇടുക. ഇനി അതിങ്ങനെ പതുക്കെ ഇരുന്ന് വേവിച്ചെടുക്കണം. ഇതൊരു വശം നന്നായിട്ട് വെള്ളം പറ്റി വെന്ത് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടും. വേറെ ഇല വെച്ചിട്ട് മറിച്ചിടും. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് വരുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി കിട്ടും. കുറച്ച് സമയം അടുപ്പത്തിരിക്കണം. ഇനി വെന്തെടുത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇനി ഇരുന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ പുളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ആണ് ചമ്മന്തി. അടിപൊളി ചമ്മന്തിയാണ്. അങ്ങനെ ഇരുമ്പും പുളി വെച്ച് ഇങ്ങനെ മീൻ ചമ്മന്തി ഇടാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.